എല്ലാ കുട്ടികളും സൂപ്പർ സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റൊക്കെ വന്നു, അതിൻ്റെ ആവേശം കഴിഞ്ഞു, ആരവം കഴിഞ്ഞു, അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ കെട്ടടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഓപ്ഷൻ എൻട്രി കാര്യങ്ങളാണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനോടകം തന്നെ ഒത്തിരി കുട്ടികൾ പല കോളേജുമായിട്ടും ടൈപ്പായി, മീൻസ് ജോയിൻ ചെയ്തതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ നമുക്ക് ഒത്തിരി കുട്ടികൾക്ക് നമ്മുടെ ഓപ്ഷനിൽ കൂടെ കയറാനും ഒക്കെയുള്ള രീതിയിൽ കൂടെ നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോ വർഷം കഴിയുന്നതോറും പ്രൈവറ്റ് കോളേജസുകളുടെ നമ്മുടെ എന്താ പറയുന്നത് സുരക്ഷിതത്വം, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ പഠിത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഗവൺമെൻറ് കോളേജോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വളരെ കുറവാണ്. ആ കോളേജ് കൊണ്ടൊന്നും ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ നല്ല പോലെ പഠിപ്പിച്ചിറക്കാനുള്ള സംഭവം ഇത്രയിനകത്തൊന്നും ഇല്ല താനും. അപ്പോൾ പ്രൈവറ്റ് കോളേജുകൾ ഇപ്പോൾ ഒത്തിരി തുടങ്ങി. എൻ്റെ തോട്ടത്തിൽ നല്ല രീതിയിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്ന പ്രൈവറ്റ് കോളേജസുകൾ ഒത്തിരി ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജസ്. അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിനകത്ത് എല്ലാം ഉൾപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല, ഫുള്ളൊന്നും ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും വേണ്ട കുറച്ച് നല്ല കോളേജസുകളെയാണ് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പ്രൈവറ്റ് കോളേജുകൾ ഇങ്ങനെ കയറി വരുന്നു, ഇച്ചിരി മുൻപന്തിയിലോട്ട് വരുന്നതിൻ്റെ പ്രയോജനങ്ങൾ കുട്ടികൾക്കുണ്ടാവും. കാരണം പ്രൈവറ്റ് കോളേജസുകാർക്ക് തീരുമാനിക്കാം, നല്ലൊരു പുതിയ കോഴ്സിനെ അവർക്ക് എടുക്കാം, ഫെസിലിറ്റീസ് കൂട്ടാം, ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാം. ഇങ്ങനെ പല രീതിയിൽ കൂടെ നോക്കുമ്പോൾ അവർക്കെല്ലാം സ്വന്തമായിട്ട് നമുക്കതിനെ ഒന്ന് ഡെവലപ്മെൻ്റ് ആക്കി, മീൻസ് കോഴ്സുകൾക്കാണേലും കുട്ടികൾക്കുള്ള ഫെസിലിറ്റികളെല്ലാം കൂട്ടാൻ പറ്റും. മറ്റേ കോളേജ് എന്ന് പറയുമ്പോൾ അത്രയും എനിക്ക് തോന്നുന്നില്ല. എല്ലാം സ്വയം അങ്ങോട്ട് ഒരു പ്രിൻസിപ്പൽ വിചാരിച്ചാൽ എല്ലാം ടോപ്പിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. പ്രൈവറ്റ് കോളേജുകാർക്ക് അടിപൊളിയായിട്ട് കോളേജിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ മുന്നിലെത്തിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. കാരണം കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് കുട്ടികളെ അവരെ നല്ലൊരു കോളേജിൽ ചേർക്കാൻ പൈസ കാര്യമാക്കാത്തവരൊത്തിരി പേരുണ്ട്. അല്ലാതെ പൈസ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിടുന്നില്ല എന്നല്ല. പൈസ ഇത്തിരി കൂടിക്കോട്ടെ, നല്ലൊരു കോളേജും നല്ല കോഴ്സ് ഒരെണ്ണം കിട്ടിയാൽ മതി. കാരണം ഇത് കഴിഞ്ഞിട്ട് അവന് നല്ലൊരു ജോലി കിട്ടുന്നതെങ്കിൽ അത് മതി. അല്ല നമ്മൾ ഇച്ചിരി പൈസ കുറച്ച് ഇവിടെ ഇറങ്ങിയ ശേഷം വീട്ടിൽ വന്ന് ഇത് കഴിഞ്ഞിട്ട് ഇരിക്കാനാണെങ്കിൽ പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യം കൂടെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചൊന്ന് പറയാം നിങ്ങൾക്കൊന്ന്. എന്തായാലും കാര്യങ്ങൾക്ക് ഇനി ആവശ്യമുള്ളതാണ്, നല്ല പോലെ കൊണ്ട് നോക്കണം. ഒന്നാമത് എല്ലാവർക്കും അറിയാവുന്ന MITS മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കേട്ടോ, അത് നല്ലൊരു കോളേജാണ്, ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പിലോട്ട് എത്തുന്നുണ്ട്. നെക്സ്റ്റ് SCMS കോളേജ് എറണാകുളം. നെക്സ്റ്റ് RSCT രാജഗിരി കോളേജ്, വളരെ വളരെ ടോപ്പായിട്ട് നിൽക്കുന്നൊരു കോളേജാണ്. പിന്നെ ഫിസാറ്റ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും വളരെ വളരെ ടോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്നതോറും മുന്നിലോട്ട് എത്തുന്ന കോളേജസുകളാണ്. നെക്സ്റ്റ് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഒത്തിരി കോളേജസുകളുണ്ട് കേട്ടോ. അവിടുത്തെ ഉള്ളവർക്ക് അപ്പോൾ എന്തായാലും ഒത്തിരി മത്സരമില്ലാതെ നല്ല കോളേജിൽ പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. നെക്സ്റ്റ് MBCET മാർ ബെസേലിയസ് കോളേജ്. നെക്സ്റ്റ് JEC ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. നെക്സ്റ്റ് സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ. ഇങ്ങനെ നല്ല കോളേജുകൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾ പിന്നെ നല്ല കോഴ്സുകൾ നോക്കണം. ഒത്തിരി കുട്ടികളില്ലാത്ത ഒരു ബ്രാഞ്ചിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി കുട്ടികൾ വന്നുകൊണ്ടിരുന്ന് ഇങ്ങനെ ഇറങ്ങുന്നവരൊക്കെ അങ്ങനെയൊക്കെ നോക്കി ഒന്ന് വേണം നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ പോയി സെലക്ട് ചെയ്യാൻ. ഓക്കെ, സെയിൻറ്റ് കിഡ്സ് എൻ്റെ നോട്ടത്തിൽ എനിക്ക് ഇത്തിരി അറിയാവുന്നൊരു കോളേജാണ്, നല്ല രീതിയിൽ കൂടെ ടോപ്പായി വന്നതാണ് കേട്ടോ. കോട്ടയത്തടുത്തുള്ള ഒരു കോളേജാണ്, പത്താമുട്ടം എന്നാണ് കറക്റ്റ് നെയിം. നെക്സ്റ്റ് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അതും നല്ലൊരു കോളേജാണ്. നെക്സ്റ്റ് NCERC നെഹ്റു കോളേജ്. ഓക്കെ, വളരെ വളരെ നല്ല ഒരു പഴയ കോളേജാണ് കേട്ടോ. നെക്സ്റ്റ് RIET രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രിവാൻഡ്രം. നെക്സ്റ്റ് ശ്രീബുദ്ധ കോളേജ്, അത് എനിക്ക് അറിയാവുന്നൊരു കോളേജാണ്. ഒത്തിരി കുട്ടികൾ നമുക്ക് അറിയാവുന്നവരും നമ്മൾ പഠിപ്പിച്ചവരും ഒക്കെ പഠിച്ച് ഇറങ്ങിയ ഒരു കോളേജാണ് ശ്രീബുദ്ധ കോളേജ്. നല്ലൊരു കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് മാർ ബെസേലിയസ് കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളം. നെക്സ്റ്റ് ആദിശങ്കര കോളേജ് കാലടി, പഴയൊരു കോളേജാണ്, ഇപ്പോഴും ഒരുവിധം നല്ല രീതിയിൽ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നെക്സ്റ്റ് മരീൻ കോളേജ് ട്രിവാൻഡ്രം. വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മലപ്പുറം. വിമൽ ജ്യോതി കണ്ണൂർ. MBCCT കുട്ടിക്കാനം, ഇതും വളരെ ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിച്ച കുട്ടികൾ അവിടെ പോയി പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലൂർദ് മാതാ കോളേജ് ട്രിവാൻഡ്രം. ഇത്രയൊക്കെ ഉണ്ട്, ഇനിയുണ്ട് കേട്ടോ.
ഞാൻ ഏകദേശം ഒരു 20 കോളേജിനെ ഒന്ന് ലിസ്റ്റ് എടുത്തതേ ഉള്ളൂ. നിങ്ങളിതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പ്ലേസ്, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഫീസ് ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാ കുട്ടികളും വേണം. പേരൻസിന് ചിലപ്പോൾ നോക്കാൻ അറിയത്തില്ലായിരിക്കും. കുട്ടികൾ ഓരോ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി നമുക്ക് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ വരും, നിങ്ങളെല്ലാവരും കാണണം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാക്സിമം ശരിയായിട്ടുള്ള രീതിയിൽ കൂടെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.